ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല, വളരെയേറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് രംഗം കൂടി അവതരിച്ചതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതുകൂടെ വന്നിട്ട് പറയുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ അങ്ങനെ പറയുന്നതനുസരിച്ചാണെങ്കിൽ UDF-ഉം അതുപോലെ BJP-യുമായി ചേർന്ന് സുധാകരൻ ഒരു നാടകം ആസൂത്രണം ചെയ്യുന്നതാണ്. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളൊന്നും മണ്ടന്മാരല്ലല്ലോ. പിന്നെ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലേക്ക് ഇതുപോലൊരു സാഹചര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് വർഷങ്ങൾ നിന്ന് അദ്ദേഹം കൂടി അധ്വാനിച്ചുണ്ടാക്കിയൊരു പാർട്ടി ഒക്കെയാണ്, അതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അത് പറയുമ്പോഴും ദീർഘനാൾ മറ്റ് ആൾക്കും ലഭിക്കാത്തൊരു പരിഗണന ലഭിച്ച ഒരാൾ, ഏതാണ്ട് 2021 വരെയും ഈ ഭാഗമൊക്കെ വഹിച്ചിരുന്ന ഒരാൾ, ഒരുപക്ഷെ ആരാധനായ VS പോലും ഇത്രയും പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടാവില്ല. അത്രയും പരിഗണന കിട്ടിയ ഒരാൾ, അദ്ദേഹം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G. സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങൾക്കറിയുമല്ലോ എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു മാസമായി അമ്പലപ്പുഴയെക്കുറിച്ച് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ട് എന്തുകൊണ്ടാണ്? അതെല്ലാം ഏത് തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വതന്ത്രമായി എതിർ സ്ഥാനാർത്ഥിയായി വരികയാണ്. അവഗണന നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം നിങ്ങളുടെയൊക്കെ നേതാവായിരുന്നു. അദ്ദേഹം ഈ ഒരു പദവിയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന് ഒരു മാന്യമായൊരു സ്ഥാനം, ഒരു വർഗ്ഗബഹുജന സംഘടനകളുടെ പരിപാടി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അതല്ല, ഞാനത് അധികമായി ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 രംഗം കൂടി അവതരിക്കാനുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ വിശദമായി ഞാൻ പാർട്ടിയോട് ചോദിച്ചിട്ട് പറയാം. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുതിർന്ന നേതാവ് പാർട്ടിയിൽ നിന്ന് മാറി വരുമ്പോൾ അത് ഏതെങ്കിലും രൂപത്തിലുള്ള ക്ഷീണമാവോ? പാർട്ടി അണികൾ ഏത് ഭാഗത്തായി? പാർട്ടി അണികൾ പാർട്ടിയുടെ ഭാഗത്തായിരിക്കും. അത് ആര് സ്ഥാനാർത്ഥിയായാലും, ഞാൻ സ്ഥാനാർത്ഥിയായാലും സഖാവ് G. സുധാകരൻ സ്ഥാനാർത്ഥിയായാലും പാർട്ടി അണികൾ പാർട്ടിയുടെ പക്ഷത്തായിരിക്കും, പാർട്ടി ചിഹ്നത്തിലായിരിക്കും. തീർച്ചയായിട്ടും. തിരിച്ചടിയാകില്ല എന്നാണോ കരുതുന്നത്? ഒരു 15 ആൾ പോലും ഈ അമ്പലപ്പുഴ ഏരിയയിൽ പാർട്ടിയിൽ നിന്ന് പോവില്ല. ഇപ്പോൾ പണ്ട് VS-ന് ഒരു ഘട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചൊരു സമയത്ത് G. സുധാകരൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ എല്ലാ കാലവും എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ സ്വയം തിരിഞ്ഞു ചോദിക്കുകയാണ്. എന്നോട് ചോദിക്കേണ്ടത് രാവിലെ അവിടെ ചോദിച്ചാൽ പോരായിരുന്നു ഈ ചോദ്യം. അപ്പോൾ ഉത്തരം കിട്ടിയാ? ഈ 3 തവണ സിറ്റിംഗ് MLA-മാരായുള്ള ആളുകൾ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അവർ കാശിക്ക് പോകാനാണോ മത്സരിക്കുന്നുള്ള മറുചോദ്യം കൂടി G. സുധാകരൻ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? തുടർച്ചയായി മത്സരിക്കുന്നവരെ കുറിച്ച് ഇപ്പോഴും പ്രായപരിധിക്ക് പുറത്ത് മത്സരിക്കുന്നവരുണ്ടല്ലോ. അതല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായത് ഞാൻ പാർട്ടിയുടെ അടുത്ത് പോയിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയാവുന്നത്. അത് കേരളത്തിൽ മൊത്തം 33 മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മത്സരിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നിശ്ചയിച്ചപ്പോൾ പകരം എൻ്റെ പേരാണ് നിശ്ചയിച്ചത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിക്കുകയാണ്, ഇലക്ഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ. കാരണം ആ സമയത്ത് നോർമലി അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു പൊതു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. ഞാൻ പോയി സംസാരിച്ചത് ചുവരെഴുതാൻ ആവശ്യമായ ഏർപ്പാടുണ്ടാക്കട്ടെ, അപ്പം അതിന് മുന്നേ പ്രാവശ്യം ചുവരെഴുതിയ ആൾക്കാരെ വിളിക്കട്ടെ എന്നാണ് ഞാൻ പോയി ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി, അദ്ദേഹം തന്നെ പറയും. ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ചോദിച്ചാൽ മതി. അതാണ് എൻ്റെ നിലപാടെന്ന്. അങ്ങനെയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ മൊത്തം 33 ആളുകൾ മാറിയ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് മാറി, പകരം ഞാനാണ് സ്ഥാനാർത്ഥിയാവും നല്ലതെന്ന് പാർട്ടി പൊതുവെ തീരുമാനിച്ചു. എന്നെ സ്ഥാനാർത്ഥിയാക്കി, ഞാൻ ജയിക്കുകയും ചെയ്തു. കേരളത്തിൽ 33 സീറ്റുകളിൽ 32 പേരും ജയിച്ചു. അങ്കമാലി സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റും ജയിച്ചു. അതാണ് കേരളത്തിലെ അനുഭവം. അതിൽ ഞാൻ എൻ്റെ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജയിച്ചതിന് ശേഷം കൊണ്ട് പരാതി കൊടുത്തിട്ടില്ല. വോട്ടിങ് കഴിഞ്ഞ് കൗണ്ടിങ്ങിന് മുമ്പ് സ്വാഭാവികമായിട്ടും എൻ്റെ അനുഭവങ്ങൾ പാർട്ടിയോട് പറഞ്ഞു. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ നമ്മൾ പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ് ആ കാര്യം.
അതിലൊന്നും എനിക്ക് യാതൊരു വ്യത്യാസവും കരുതിയില്ല. അതെന്തെല്ലാം ഉണ്ടായി എന്നുള്ള കാര്യം ഞാനൊരാളെ കൊണ്ട് കൊടുത്തപ്പോൾ പാർട്ടിക്ക് തോന്നി എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതിനകത്ത് താഴെ ഒപ്പിട്ട് തന്നതല്ല പാർട്ടി വിശദമായി അന്വേഷിച്ചു. ഇവിടുത്തെ പ്രവർത്തിച്ച മൊത്തം മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുടെ അടുത്ത് വന്ന് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാ റിപ്പോർട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യവും പറയേണ്ട കാര്യമില്ല. എനിക്കന്നുണ്ടായ അനുഭവത്തിൽ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. എതിരെ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൽ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും എൻ്റെ കൈവശം ആ തെളിവുണ്ട്. പക്ഷേ ഞാൻ എതിരേതായി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല. അതെൻ്റെ ഒരു മാന്യതയാണ്. ആ മാന്യത ഞാൻ നിശ്ചയമായിട്ടും അന്ന് പാലിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഒരുപാടുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നില്ല, പറയാൻ തീരുമാനിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ക്രിമിനലെന്ന് അത് നിങ്ങൾ നോക്കേണ്ട കാര്യം. നിങ്ങളുടെ ചാനലുകളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ താഴേക്ക് വരുന്ന കമൻറ്റ് വായിച്ചു നോക്കണം. എന്നിട്ട് അതിനകത്ത് എത്ര പേർ അമ്പലപ്പുഴക്കാരുണ്ടെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ സെർച്ച്, നിങ്ങൾ എന്താ ഒരു ഗവേഷണ ത്വരയോടുകൂടി നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തി നോക്കിയോ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് FBയിൽ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ക്ലോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ താഴേക്ക് അല്ലേ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ചാനലിൽ താഴേക്ക് വരുന്ന കമൻറ്റ് വായിച്ചിട്ട് അതിനകത്ത് എത്ര പേർ അപ്പോൾ ഇന്നിപ്പോൾ വരുന്നതിനകത്ത് കമൻറ്റ് വായിച്ച് നോക്കിയാൽ എത്ര അദ്ദേഹത്തിനെതിരെ വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ആളുകൾ അമ്പലപ്പുഴക്കാരുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ അമ്പലപ്പുഴയിലുള്ള ഒരു LC അംഗം പുള്ളിയുടെ പിതാവിനെ അടക്കം പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലെന്നുള്ള പറഞ്ഞൊരു വാചകം ഞങ്ങൾ വളരെ സീരിയസ് ആയി എടുത്തു. അയാൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അയാൾ ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ ഇല്ല, നടപടി എടുത്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അത് നേരത്തെ താൽക്കാലിക ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി പുറത്താക്കി. അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തെ പാർട്ടി പൊതുവെ തീരുമാനിച്ച് പകരം ഞാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങളെല്ലാം ചത്ത് പണിയെടുക്കുക എന്ന് പറയുന്ന കാളെ പോലെ പണിയെടുത്ത ഞങ്ങളെല്ലാവരും ജയിപ്പിക്കാൻ. ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഭാവം കൊണ്ട് ഞാൻ ജയിച്ചതാണോ? അല്ല, ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ പണിയെടുത്ത് ജയിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രസ് മീറ്റിൽ പറയുന്ന കേട്ടു 50,000 വോട്ട് ജയിച്ചതിനാണ്. അപ്പോൾ UDF മത്സരിക്കില്ലേ? നമ്മൾ വോട്ടിൻ്റെ കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അദ്ദേഹം 2011 മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടിനേക്കാളും 2016 മത്സരിക്കുമ്പോൾ 650 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ഭൂരിപക്ഷം വ്യത്യാസം വന്ന് കാണും. കിട്ടിയ വോട്ട് കണക്കെടുത്ത് നോക്കി നിങ്ങൾ. അദ്ദേഹത്തിന് 63,000 ചില്ലാന വോട്ട് കിട്ടി, എനിക്ക് 61,000 ചില്ലാന വോട്ട് കിട്ടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നേക്കാൾ എത്രയോ വലിയ ആളാണ് അദ്ദേഹം. എത്രയോ പാരമ്പര്യമുണ്ട്. ഭരണപരമായി അദ്ദേഹം മന്ത്രിയായിരുന്നു, ദീർഘനാൾ MLA ആയിരുന്നു. പാർട്ടി പ്രവർത്തനത്തിൽ ധാരാളം അനുഭവ സമ്പത്തുണ്ട്. ഞാൻ വളരെ ജൂനിയറായി ആദ്യമായി മത്സരിക്കാൻ വന്ന ഒരാളാണ്. ഞാനും അദ്ദേഹം തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവേണ്ടി 2000 വോട്ടാണോ? എത്രയോ വ്യത്യാസം ഉണ്ടാകണം. പക്ഷേ അദ്ദേഹത്തിന് 63,069 വോട്ട് കിട്ടി, എനിക്ക് 61,325 വോട്ട് കിട്ടി. 2000 വോട്ടിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വോട്ടാണ് അമ്പലപ്പുഴയിൽ പ്രധാനം. പേഴ്സണൽ വോട്ടെന്ന് പറയുന്നത് നിശ്ചിത അളവേ ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് PP ചിത്തരഞ്ജൻ ലഭിച്ചത്. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ H സലാമിന് 16,000-ഓളം വോട്ടിന് ഭൂരിപക്ഷം കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷം ഉള്ളെടുത്ത് ചർച്ച നടന്നില്ല, അമ്പലപ്പുഴയെ കേന്ദ്രീകരിച്ച് തന്നെ ടാർഗറ്റ് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന് ഞാൻ മറുപടി ആയിട്ട് പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാലും തോറ്റാലും പരിശോധിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും പരിശോധിക്കും. നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. അവിടെ ഒരു പാർട്ടി വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായി. അതുകൊണ്ട് എന്നാൽ പിന്നെ ജയിച്ചല്ലോ വേണ്ട എന്ന് തീരുമാനിക്കില്ല. അന്നത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായ തെറ്റും കുറ്റവും എന്നത്തെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അവസാനം തീരുമാനത്തിൻ്റെ ഭാഗം പറയുമ്പോൾ വ്യക്തമായി പറയുന്ന കാര്യം, സ്ഥാനാർത്ഥി ജയിച്ചു എന്ന പരിഗണന കൊണ്ടും ദീർഘനാൾ പാർട്ടിയെ സേവനം ചെയ്തു എന്ന കാരണം കൊണ്ടും അദ്ദേഹത്തിന് ദൈന്യ ശിക്ഷയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് പാർട്ടി തീരുമാനത്തിൽ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം. അതാണ്. അപ്പോൾ അതൊരു പരിഗണനയാണ്. ആ ശിക്ഷ തീരുമാനം പാർട്ടി കൈക്കൊള്ളുമ്പോൾ അങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്.
ഈ അങ്ങ് ഇന്നലെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂട്ടമായി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോയി. ആ കൂട്ടത്തിൽ എച്ച് സലാമിനെ കണ്ടില്ല. ഞാനും ചിത്രം 2 പരിപാടിക്കകത്തായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലും മുമ്പേ ഇവർ പോയി അതുകൊണ്ടാണ് പോയത്. അതിനകത്ത് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അദ്ദേഹം ഇപ്പോൾ പരിക്ക് പറ്റിയപ്പോൾ ഞാൻ ആദ്യം 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പരുമല ഹോസ്പിറ്റലിൽ ചെന്നയാളാണ്. പരുമല ആശുപത്രിയിൽ പരിക്ക് പറ്റി സാഗര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നേരെ പരുമലയ്ക്ക് പോയപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നയാളാണ്. ഞാനും കൂടി ചേർന്നിട്ടാണ് പരിശോധന കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഒരുമിച്ചൊരു ലിഫ്റ്റിൽ കയറി ഞാനും കൂടി തള്ളിക്കൊണ്ടാണ് ആ റൂമിലേക്ക് കൊണ്ടുപോയത്. അതിനൊക്കെയുള്ള മാന്യതയും മര്യാദയൊക്കെ ഉള്ളവരാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഓരോ എഫക്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, 2ാമത്തെ 3ാമത്തെ നാടകം കൂടി വരണം. അപ്പോൾ കുറെ കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ വരും. അത് പ്രതീക്ഷയല്ല, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഈ സീരിയലിൻ്റെ ഓരോ ഭാഗം വിടുന്ന പോലെ പുറത്തേക്ക് വിടുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാൻ നല്ലവണ്ണം. ഇന്നലെയും നിങ്ങൾ എന്തിനാണ് അങ്ങനെ അവസാനമായിട്ട് ഒരു ശ്രമം നടത്തിയത്? സാധാരണ നിലയിൽ CPM-ൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ ഇതേ രീതിയിലല്ല നിങ്ങൾ ഒരു കൈകാര്യം ചെയ്യുന്നത്. ജി സുധാകരനോട് കുറച്ചൊരു അനുകമ്പയും ഒരു സോഫ്റ്റ് കോർണറും പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ്. അത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദീർഘനാൾ പാരമ്പര്യമുള്ള ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹം ഒരാൾ പോകുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തെ പോലെ ആൾ പോകാതിരിക്കുക എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അടിയന്തരമായിട്ട് കൂടിയിട്ട് ഇന്നിപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചു. ഈ കാര്യത്തിനാണെന്ന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി സഖാവിനോട് സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ കൂട്ടമായി തന്നെ സഖാവിനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാന സമയവും ഒരാളെയല്ല അദ്ദേഹത്തെ പോലെ ഒരാളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ധാരണ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിച്ചത്. സമവായത്തിൻ്റെ വാതിൽ പൂർണ്ണമായിട്ട് അടഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഇനി ചർച്ച എല്ലാ സാധ്യതയും കാണില്ല. സെക്രട്ടറി രാവിലെ പൂർണ്ണമായി സമവായം അടഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് ജില്ലാ സെക്രട്ടറി അത് ആ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ഈ സ്ഥാനാർത്ഥിയെ മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് അമ്പലപ്പുഴയിൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാം കൂടി ചേർന്ന് 1 മാസമായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരുപാട് പേരുകൾ നിങ്ങളിങ്ങനെ എയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ചാനലുകാർ ചർച്ചയ്ക്കനുസരിച്ചല്ല പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുക എന്നുള്ള കാര്യം. പാർട്ടിക്കകത്തെ സ്ഥാനാർത്ഥികളെ ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത്. ഒരു തർക്കവും എവിടെയും താഴെയോ എവിടെയും ഒന്നും ഉണ്ടായിട്ടില്ല. ഏകകണ്ഠമായി തീരുമാനിക്കപ്പെട്ടതാണ്. ഇപ്പം ഇങ്ങനൊരു തീരുമാനത്തിന് ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഏരിയ കമ്മിറ്റികളൊക്കെ വിളിച്ചു കൂട്ടുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ചോദിക്കുന്നത്, ഒരു പ്രതിഷേധത്തിലേക്കോ പ്രകോപനം ഉണ്ടാക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ടോ അണികൾക്ക്? പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് കണ്ണൂരും പയ്യന്നൂരൊക്കെ അങ്ങനെ വന്നപ്പോൾ. ഇത് പ്രകോപനത്തിൻ്റെ കാര്യമില്ല. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നമില്ല. നിങ്ങൾ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, എന്ത് രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത്? എന്ത് രാഷ്ട്രീയ പ്രശ്നം? ഇത്രയും നാൾ ഈ അധികാരത്തെ സ്ഥാനത്തിരുന്നു, ഒന്നുകൂടി എനിക്ക് വേണം, കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന പാർലമെൻ്ററി വ്യാമോഹം എന്ന വാക്ക് മാത്രമേ ഇതിന് പറയാനുള്ളൂ. വേറെ ഒന്നും രാഷ്ട്രീയ കാര്യമോ പ്രശ്നമൊന്നും ഇതിനകത്തില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ അങ്ങനെ ഒരു കാര്യം. ഈ അമ്പലപ്പുഴയിൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി അപ്പോൾ പാർട്ടി അണികൾ, അദ്ദേഹം കൂടെ ഉൾപ്പെട്ടിരുന്ന ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളുകൾ ചോദിക്കില്ല, ഈ പാർലമെൻ്ററി വ്യാമോഹമാണോ വീണ്ടും മത്സരിക്കാനിടയാക്കിയെന്നുള്ളത്? ഒരു ഇലക്ഷൻ കാലത്തേക്ക് തന്നെ വരികയാണോ? ചോദിക്കുമായിരിക്കും എന്നുള്ളതാണ്. ചോദിച്ചില്ലെങ്കിലും വോട്ടിങ്ങിൽ ഈ പറഞ്ഞ ചോദ്യം പ്രതിഫലിക്കും.